കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത പെൻഷൻ പദ്ധതി 2025 ഏപ്രിൽ 1 നിലവിൽ വരും. ദേശീയ പെൻഷൻ സംവിധാനത്തിന് ബദലായിട്ടാണ് ഈ നിയമം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നുകിൽ NPS-ൽ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട്. 2025 മാർച്ച് 31-നോ അതിനു മുമ്പോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും. 2024 ഏപ്രിൽ 1 ശേഷം സർവീസിൽ കയറിയ എല്ലാ സർക്കാർ ജീവനക്കാരും NPS-ലുണ്ട്. 25 വർഷം തൊഴിൽ ചെയ്ത ജീവനക്കാർക്ക് ഉറപ്പായ പെൻഷൻ UPS വാഗ്ദാനം ചെയ്യുന്നു. 10 വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് പ്രതിമാസം 10,000 രൂപയായിരിക്കും മിനിമം പെൻഷൻ. ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ഉറപ്പായ കുടുംബ പെൻഷനും ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു ജീവനക്കാരൻ മരിച്ചാൽ ആശ്രിതർക്ക് തുടർ സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്നു. മരണസമയത്ത് ജീവനക്കാരന് ലഭിച്ചിരുന്ന പെൻഷൻ തുകയുടെ 60% കുടുംബത്തിന് ലഭിക്കും. വിരമിച്ചവർക്ക് അവരുടെ അവസാന 12 മാസങ്ങളിൽ ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായ തുക പെൻഷനായി ലഭിക്കും. കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ളവർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത്.